വിദേശ ഗൾഫ് വിമാന കമ്പനികൾക്ക് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ 4-ൽ നിന്ന് പരിമിതമായ സർവീസ് അനുവദിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. 90 ദിവസത്തെ അടച്ചുപൂട്ടലിന് ശേഷം കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 ജൂൺ 1-ാം തീയതിയാണ് പ്രവർത്തനം പുനരാരംഭിച്ചത്. എന്നാൽ ഇറാൻ ആക്രമണത്തെ തുടർന്ന് വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്ന ടെർമിനൽ 1 പ്രവർത്തനം നിർത്തുകയായിരുന്നു. അതിനിടെ DGCAയുടെ തീരുമാനം പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുമെന്നാണ് പ്രതീക്ഷ. ജൂൺ 3-ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ ടെർമിനൽ 1-ന് സാരമായ നാശനഷ്ടം സംഭവിച്ചിരുന്നു. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 63-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് ടെർമിനൽ 1-ൽ നിന്നുള്ള സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ചിരുന്നു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതുവരെ ടെർമിനൽ 1 അടഞ്ഞുകിടക്കും. ഈ സാഹചര്യത്തിലാണ് കുവൈത്ത് എയർവേസ് ടെർമിനലായ ടെർമിനൽ 4-ൽ നിന്ന് ഗൾഫ് വിദേശ വിമാന കമ്പനികളുടെ സർവീസുകൾ ആരംഭിക്കുന്നത്. നിലവിൽ കുവൈത്ത് എയർവേസ് ടെർമിനൽ 4-ൽ നിന്നും ജസീറ എയർവേസ് ടെർമിനൽ 5-ൽ നിന്നുമാണ് സർവീസുകൾ നടത്തുന്നത്. യാത്രക്ക് മുമ്പ് വിമാന ഷെഡ്യൂൾ അതത് എയർലൈനുകളിൽ ഉറപ്പുവരുത്തണമെന്ന് യാത്രക്കാരോട് അധികൃതർ ആവശ്യപ്പെട്ടു. സ്കൂൾ അവധി ആരംഭിച്ചതോടെ നാട്ടിലേക്ക് പോകുവാൻ കഴിയാതിരുന്ന മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈ തീരുമാനം ഏറെ ആശ്വാസകരമാണ്. കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്കിൽ കുറവുണ്ടാകുമെന്നാണ് പ്രവാസികൾ പ്രതീക്ഷിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സർവീസുകൾ ഘട്ടം ഘട്ടമായി വിപുലപ്പെടുത്തുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.